അപ്പൊ ഇന്ന് നമ്മളൊരു ചലഞ്ച് ഒന്നായിട്ടല്ല വന്നേക്കുന്നത്. ഇന്ന് നമ്മളൊരു പ്രത്യേകതര ഒരു വീഡിയോ ആയിട്ട് നല്ല അടിപൊളി ചലഞ്ച് ചെയ്യാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചാല് ക്രാഫ്റ്റ് ആണ്. അപ്പൊ ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ അത് ഉണ്ടാക്കുവാണെങ്കിൽ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ വീഡിയോ എടുക്കത്തില്ല, അല്ലാതെ ഇതിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക. അത് ഷെൽഫാണ് കേട്ടോ. ഇവിടുത്തെ ഷെൽഫ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. പക്ഷേ ഞങ്ങൾക്ക് എങ്ങനെ ഷെൽഫ് അത്രയുള്ള സംഭവമൊന്നുമില്ല. അത് ഞങ്ങൾ പേപ്പർ ഷെൽഫ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് നടക്കുമോ അറിയില്ല. ശരിയായ വീഡിയോ ഇട്ടേക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോവാണ്. അതിന്റെ മെയിൻ സംഭവങ്ങളാണ് ഇത് ഫെവിക്കോള്. അല്ല അതിപ്പോഴല്ല, അതിപ്പോ കാണിച്ചത്. ഇത് ഫെവിക്കുക്ക് നമ്മൾ രണ്ടെണ്ണം വെച്ചാൽ ഇപ്പൊ ഒരെണ്ണം കാണിച്ചത്. പിന്നെ നമുക്ക് പേപ്പർ കപ്പ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം എന്നത്തിനാണ്. പിന്നെ നമ്മുടെ ടേപ്പില്ലേ നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് തീർന്ന ഒരു സംഭവമാണ്. ഇത് ഞങ്ങൾ എടുത്തേക്കുന്നത്. ഇതുണ്ടോ, ഇപ്പൊ ഇതൊന്നും ഇല്ല. അപ്പൊ ഇത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാർഡ്ബോർഡ് വേണം. പിന്നെ ഒരു കാർഡ്ബോർഡും എടുത്തിട്ടുണ്ട്. എത്ര മതി ഇപ്പൊ തൽക്കാലം ഇത്ര മതിയാണ്. പിന്നെ മെയിൻ സംഭവം ഉള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ പഴയ നോട്ട്ബുക്കാണ്. ഞങ്ങൾ പഴയ നോട്ട്ബുക്കിന്റെ പേപ്പർ ഉപയോഗിച്ചാണ് ഈ സംഭവം എല്ലാം ഉണ്ടാക്കുന്നത്. ദിൽജ ഇതിലത്തെ കുറ്റിയൊക്കെ വരച്ചിട്ടുണ്ട്. ഇതെന്റെ ഹിന്ദിയുടെ പഴയ നോട്ട്ബുക്കാണ്. ദിൽജ പടം വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, ദിൽജ ഹാഫ് ഉതിർത്തത് മറ്റേ. അപ്പൊ നമ്മൾ ഈ വേസ്റ്റ് പേപ്പറിൽ നിന്നാണ് നമ്മൾ പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അടിപൊളിയായിരുന്നു. ഇതെന്താ കുക്കുംബറ അല്ല, സാധാരണ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഞാൻ ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ കാണണമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി തന്നെ നമുക്ക് നമ്മുടെ ബുക്കിൽ നിന്ന് പേപ്പർ കീറാം. ഈ സംഭവം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വേസ്റ്റ് പേപ്പർ കീറി എടുക്കാം കേട്ടോ. ഈ പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു മാർജിൻ ഉണ്ടാവൂലേ, ഈ മാർജിൻ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇത് രണ്ടാക്കണം കേട്ടോ. രണ്ടാക്കി നമ്മൾ കൃത്യ അളവിൽ വെച്ച് കട്ട് ചെയ്യാം. ഇങ്ങനെ അടിച്ചിട്ട് ഇതും നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളിത് ഇവിടെ കാർഡ്ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് പഴയ കാർഡ്ബോർഡാണ്. അതുകൊണ്ട് ഇത് അമ്മയുടെയാണ് അച്ഛൻ്റെ ആണ്. ഇത് പഴയ കാർഡ്ബോർഡാണ്. അതുകൊണ്ട് ഇത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എൻ്റെ ഒരു പേനയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് അതുപോലെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ ഈ ഒരു പേന എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പേന ഇവിടെ വെച്ച് ക്യാപ്പ് അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പേനയ്ക്ക് ഈ പട പുറത്ത് വരണമെങ്കിൽ നമ്മൾ പുറത്തോട്ട് ആ പടം വെക്കണം കേട്ടോ ഗൈസ്. ഇത് നമ്മളിത് ഈ സൈഡിൽ ഇങ്ങനെ വെക്കണം. ഈ പേനയുടെ ഇതുണ്ടോ, ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് പശ തുറക്കും. പശ തുറന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു തുള്ളി ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഗൈസ് കണ്ടോ, നിങ്ങൾ കണ്ടോ. എന്നിട്ട് നമ്മൾ ഈ പേന ഇങ്ങനെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് ഗൈസ് നമ്മളിങ്ങനെ ചുരുട്ടിയിട്ടത് ഈ അറ്റത്ത് ഒരു കുറച്ചേറെ സ്പേസ് വിട്ടിട്ട് ആദ്യത്തെ പശ തേച്ചിട്ട് ഇങ്ങനെ പരത്തി അങ്ങ് എടുക്കുക. അപ്പം പേന ചാടുക. ഇതേ നമ്മുടെ ഫസ്റ്റത്തെ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഗൈസ് ഞങ്ങളിത് ഇവിടെ ഇന്നലെ കുറെ എണ്ണ റെഡി രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, ഞങ്ങൾ ഇന്നലെ രാത്രി വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി ഞങ്ങൾ ഉണ്ടാക്കി. ഇത്രോ നമ്മൾ ഉണ്ടാക്കി രാത്രി ഇത്ര. അപ്പൊ ഗൈസ് നമ്മളിത് ഈ 32 നമ്മൾ ഈ സ്റ്റിക്കിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കണ്ടിക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇതുണ്ടാകും. ഈ അറ്റമൊക്കെ ഉണ്ട്, ഇത് ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കണ്ടിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ അറ്റം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കണ്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ അറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിച്ചെടുക്കുക. അപ്പൊ ഗൈസ് നമ്മളിത് ഫുൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഒട്ടിക്കുന്ന പരിപാടിയിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പുകളുള്ള ഈ സാധനത്തെ നമുക്ക് ഒട്ടിക്കാം.
ഗൈസ് നമ്മളിത് ഒരെണ്ണം ഫുള്ള് ഇതിങ്ങനെ ചുറ്റി ഇങ്ങനെ കഴിഞ്ഞിട്ട് അപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇത് ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് ഗൈസ്, അത് നമുക്ക് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഒരെണ്ണം ചുറ്റാൻ തന്നെ എന്തേരം സമയം എടുത്തെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല, കുറേ സമയം എടുത്തു. അപ്പം ഇത് നമ്മളിനി ഇതും കൂടെ ചുറ്റണം. അപ്പോൾ അതിന് ചുറ്റാൻ വേണ്ടി ദിൽജത് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് ഇവിടെ കണ്ടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം നമുക്കിതിങ്ങനെ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഗൈസ് ഞങ്ങളിത് പിന്നെയും കഷ്ടപ്പെട്ട് ഇത് ഇത്ര എണ്ണങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കുമായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളിത് ഈ കപ്പയിലും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി കുറച്ചധികം വെയിലത്ത് വെക്കാം, നല്ലപോലെ ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ഞാൻ A4 ഷീറ്റ് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാനിത് ഇവിടെ നേരത്തെ വരച്ച് വെച്ചൊരു പടം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഫുൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ സംഭവം ഒട്ടിക്കാം. അപ്പം ആ സംഭവം ഒട്ടിക്കാൻ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇത് വേണം. അതിൻ്റെ പേരെന്ത് അത് ഈ സാധനം ഒട്ടിക്കാൻ നമ്മൾ ഫെവിക്വിക്ക് വെച്ചാണോ ദിവസം ഒട്ടിക്കുന്നത്, അല്ലെ അത് ഇരിക്കൂല, നമുക്കറിയാം. ഇത് അങ്ങനെ ഗൈസ് ഞങ്ങളിത് രണ്ടുപേരും കഷ്ടപ്പെട്ട് ഈ സംഭവം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നോക്ക് ഗൈസ്, നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ വേസ്റ്റ് പേപ്പറിൽ നിന്നാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഇത് ഒട്ടാൻ നല്ല പാടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ചുമ്മാ ഇവിടെ വെച്ചിട്ടുള്ളത്, ഈ ഒരു സൈഡ് മാത്രം ഇട്ടിട്ടുള്ളത്, ഒട്ടിയിട്ടില്ല. അപ്പോൾ ചുമ്മാ ഇരിക്കട്ടെ ഞങ്ങളങ്ങ് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്കെച്ച് നമുക്ക് ഇതിനകത്തിട്ടുള്ളൂ ആയിട്ടോ, അല്ല ഇതിനകത്ത് ഗൈസ് ഇരിക്കുന്നുണ്ട്. ഗൈസ് നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലവർ ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് വയ്ക്കാം, രസമുണ്ടല്ലേ. ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് വെക്കാം. ഗൈസ് നമ്മുടെ പെൻ സ്റ്റാൻഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുഴപ്പമില്ലല്ലോ. യെസ്. അപ്പോൾ ഗൈസ് നമ്മുടെ പെൻ സ്റ്റാൻഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. കാണാമോ? ഇവിടെ വെയിലായി കേട്ടോ. നമ്മുടെ പെൻ സ്റ്റാൻഡ് ഇവിടെ സൂപ്പറാണ്. എനിക്ക് ഇഷ്ടപ്പെടാൻ രസമാണ്. നമ്മൾ ഈ നടുക്കത്തെ എടുത്ത് കളയാം ഗൈസ്, നമുക്ക് പിന്നെ എടുത്ത് കളയാം, ഇപ്പോൾ അടുപ്പിക്കട്ടെ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളിത് രാവിലെ തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ സമയം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 12:09 ആയിട്ടുണ്ട്.